ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു ടിഷ്യൂ ലിനൻ സാരിയാണ്. ഈ സാരിയിൽ നമ്മളൊക്കെ ഇപ്പൊ ഇതിൽ ഇട്ടിരിക്കുന്നത് പോലെ ഗ്രീൻ കളർ ബ്ലൗസും ഗ്രീൻ കളർ ഏതെങ്കിലും ഒരു നല്ല ജ്വല്ലറി ഇട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഈ സാരിയുടെ ബോർഡർ വന്നിരിക്കുന്നത് ഒരുപാട് ഗോൾഡൻ കളർ ആയിട്ടല്ല, കുറച്ച് ഇങ്ങനെ എടുത്തു നിൽക്കാത്ത രീതിയിലാണ്. ഇതിന്റെ പല്ലു പോഷൻ വരുന്നതാണ്. ഇത് ഗോൾഡൻ കളറിൽ ഒരു 3-4 സ്ട്രൈപ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ചെറിയ ചെറിയ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലെ ടസൽസും കൊടുത്തിട്ടുണ്ട്. 950 റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജസ് ആണ് ഈ സാരിയുടെ പ്രൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ട്രഡീഷണൽ വെയർ ആയിട്ട് വേണമെങ്കിൽ വിഷുവിനോ ഓണത്തിനോ ഒക്കെ ഇത് നല്ല ജ്വല്ലറിയുടെ പെയർ ചെയ്ത് നമുക്ക് ഇടാൻ പറ്റും. അതേ സമയത്ത് തന്നെ ചെറിയ ചെറിയ ഏതെങ്കിലും നല്ല ഫംഗ്ഷൻസിനും ട്രഡീഷണൽ അല്ലാത്ത ലുക്കിലും വെയർ ചെയ്യാൻ പറ്റാവുന്ന, അല്ലെങ്കിൽ നമ്മൾ സാധാരണ സാരിയൊക്കെ വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഓണത്തിന് വിഷുവിനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് സാധാരണ എടുത്തു വെക്കാറാണല്ലോ. അപ്പൊ ഇതിലൂടെ പെയർ ചെയ്യാൻ എന്റെ കയ്യിലുള്ള കുറച്ച് ജ്വല്ലറി വെച്ച് പെയർ ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റൈൽ ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു നോർമൽ അക്രിലിക് ബീഡ്സ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാലയാണ്. ദേവി പെൻഡന്റ് ആണ് വന്നിരിക്കുന്നത്. ലോക്കറ്റ് കുറച്ച് വലുപ്പമുള്ളതാണ്, അഡ്ജസ്റ്റബിൾ ആണ് വന്നിരിക്കുന്നത്. അതിനോട് ഒരു ആന്റിക് ജുമുക്കയുടെ പെയർ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ട് ചെയ്തതാണിത്. ഇതിന്റെ ലുക്ക് എങ്ങനെ ഇരിക്കും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. അത്യാവശ്യം വലുപ്പമുള്ള അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു നെക്ക് പീസ് ആണ് ഇത്. അടുത്തത് വരുന്നത് റൂബിയും ഗ്രീനും ഒക്കെ സ്റ്റോൺസ് വരുന്ന നല്ല ഭംഗിയുള്ള സ്റ്റോൺസ് സെറ്റ് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലേസും ഇയറിംഗ്സിന്റെ സെറ്റൂടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് നല്ല ഭംഗിയാണ് കാണാൻ. ഇതിനോട് വെയർ ചെയ്യാൻ ട്രഡീഷണൽ അല്ലായിട്ട് വെയർ ചെയ്യാൻ പറ്റും, അല്ലാതെയും വെയർ ചെയ്യാൻ പറ്റാവുന്ന നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ്. ഇതിട്ട് വെയർ ചെയ്താൽ എങ്ങനെ ഇരിക്കും, ഗ്രീൻ കളർ ബ്ലൗസ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അടുത്തത് കാണിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റോൺസ് സെറ്റ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മാലയാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഫംഗ്ഷൻസിനും അല്ലാത്ത ഫംഗ്ഷൻസിനും നമുക്ക് ഇത് വെയർ ചെയ്യാൻ പറ്റും. ഇത് കാണുന്നതിന്റെ അത്രയും ഒരുപാട് വലുപ്പമുള്ള നെക്ലേസ് ഒന്നും അല്ല ഇത്. നല്ല സ്റ്റോൺസ് സെറ്റ് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഇയറിംഗ്സോട് കൂടിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സെറ്റാണ്. ഇതൊരു മെറൂൺ കളറിലെ ഒരു ട്രഡീഷണൽ ഒരു ഇത് വരുന്ന ഒരു ബ്ലൗസും ഈ നെക്ലേസോട് വെയർ ചെയ്ത് എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാമേ. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇത് വെയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നല്ല മുല്ലപ്പൂക്ക് ഒഴിവാക്കുവാണെങ്കിൽ ട്രഡീഷണൽ അല്ലാത്ത ലുക്കിൽ നമുക്ക് പോകാൻ. ഈ സാരിയുടെ മുന്താണി ശ്രദ്ധിച്ചാൽ നല്ല ഭംഗിയല്ലേ കാണാൻ. നല്ല ഭംഗിയുള്ള ഒരു മുന്താണിയാണ് ഈ സാരിക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഒരു 2-3 സ്റ്റൈൽസ് ആണ് കാണിച്ചത്. ഏത് സ്റ്റൈൽ വേണമെങ്കിലും സ്യൂട്ട് ആവുന്ന ടൈപ്പിലുള്ളൊരു മെറ്റീരിയലാണിത്. ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല. ഇതിൽ കാണിച്ച എല്ലാ ലുക്കുകളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്